വെൽക്കം ബാക്ക് അഗൈൻ. കൂടെയുള്ളത് റിൻഷാദാണ്. നമ്മൾ കോഴിക്കോട് മിഠായിത്തെരീൻ്റെ കാഴ്ചകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കൂടെ ഇതാ നമ്മുടെ ചെങ്ങായി ഉണ്ട്, നംഷീർ. സംഭവം എൻ്റെ ആണേ, അവ എടുത്ത് ഷെയിമാവുന്ന. സോ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെയാണ് ഫുട്ടേജ് എടുക്കാനായിട്ട് പോകുന്നത്. അവിടുന്ന് ഞാൻ ഇതിൻ്റെ എൻട്രിയിൽ നിന്ന് ഇൻട്രോ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ കിറുക്കന്മാരുണ്ട്, അവർ അലമ്പുണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എടുക്കാത്തത്. ഇപ്പോഴും കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എത്രത്തോളം ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, കച്ചവടക്കാരൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കച്ചവടക്കാരൊക്കെ നമുക്ക് അവരുടെ അവസ്ഥകൾ സംസാരിക്കാം, അതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ അത് നമ്മുടെ ഇവിടുത്തെ അമ്പലം കേട്ടോ. സോ എന്തായാലും ഇന്ന് ഇവിടുത്തെ കംപ്ലീറ്റ് കാഴ്ചകളാണ് കോഴിക്കോടിൻ്റെ. ഒരു 2-3 ദിവസത്തെ വീഡിയോസ് ഉണ്ടാവും. ഇന്ന് ഇവിടുത്തെ ആണെങ്കിൽ നാളെ നിങ്ങൾ കാണുന്നത് ബീച്ചിലെ കാഴ്ചകളാവും. അങ്ങനെ കുറച്ച് കാഴ്ചകളുണ്ട്. സോ എന്തായാലും ആ ഒരു കാഴ്ചകളിലോട്ടാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ SM സ്ട്രീറ്റിൻ്റെ ചരിത്രങ്ങൾ കുറച്ച് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻട്രൻസിൽ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ ഒരു പ്രതിമ. ആ പ്രതിമയുടെ പിന്നിലുള്ള കഥ എന്താണെന്ന് വെച്ചാൽ SK പൊറ്റക്കാടൻ്റെ ഒരു നോവലുണ്ട്, തെരുവിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുള്ള. SK പൊറ്റക്കാടൻ അറിയപ്പെടുന്നത് തന്നെ തെരുവിൻ്റെ കഥാകാരൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്, കഥയെല്ലാം ഒരു നോവലുണ്ട്, തെരുവിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ ഒരു നോവലിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് ഈ ഒരു മിഠായി തെരുവിൻ്റെ കഥയാണ്. ഇവിടെ കാണുന്ന ചുമരിലുള്ള കംപ്ലീറ്റ് ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ ക്യാരക്ടേഴ്സാണ്. അതുപോലെ തന്നെ ഈ SM സ്ട്രീറ്റ് അഥവാ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് പേര് വന്നത്, മിഠായി തെരുവെന്ന് പേര് വന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഇട്ടിട്ടുള്ള പേരല്ല. ഇത് യൂറോപ്യൻസ് ആണ് ആ ഒരു പേര് ഈ ഒരു തെരുവിന് ഇട്ടിട്ടുള്ളത്. യൂറോപ്യൻസ് ആദ്യം കച്ചവടത്തിനൊക്കെ ആയിട്ട് വന്ന സമയത്താണ് ഈ ഒരു പേര് ഇട്ടിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ വലിയൊരു കച്ചവട സ്ഥലമായിരുന്നു ഈ മിഠായി തെരുവ് എന്ന് പറയുന്നത് കേട്ടോ, പണ്ട് കാലത്തൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തെരുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സംഭവം കണ്ടില്ല, അടിപൊളി പാട്ടാണ്. എന്താ പറയുക, അവരുടെ കൈകൊണ്ട് തന്നെ അവരെന്നെ നാച്ചുറലായിട്ട് സംഭവം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ എന്തായാലും നമ്മൾ മാസ്ക് ഇട്ടിട്ടുണ്ട്, കാരണം മാസ്ക് ഇട്ടില്ല നമുക്ക് നല്ല പണി കിട്ടും. സോ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുറ്റും നല്ല ഷോപ്പുകളാട്ടോ. നിങ്ങൾക്കറിയാമല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നോർമലി എല്ലാവരും ഒരുപാട് ആൾക്കാർ നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. സോ എന്തായാലും കോഴിക്കോട് വന്നു, ഇന്ന് ആവശ്യം ഉണ്ടായിരുന്നു രാവിലെ വരണ്ടേ, അങ്ങനെ വന്ന സമയത്ത് ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് ഹലുവ കച്ചവടമായിരുന്നു ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അധികം വസ്ത്രങ്ങൾ, ഡ്രസ്സുകൾ ഐറ്റംസ് ആണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. ജംഷീർ ഇതോടെ ഡ്രസ്സ് എടുക്കാൻ നോക്കുന്നുണ്ട്. അത് വൃത്തിയാട്ടോ, വൃത്തി ക്ലോത്തും കാര്യങ്ങളൊക്കെ സുഖമാണ് ഇടുമ്പോൾ. കോളറിലോ നോക്കിയോ? അതൊക്കെ എടുത്തോ, അടുത്തേട്
ഉണ്ടായിക്കോട്ടെ, ഇന്ന് മാത്രം കിട്ടുള്ളൂ. 1.5 കിലോ അൻപിനെ കൊടുക്കണം. മീക്കോളി ഇത്ര 3 കിലോ വേണോ? 1.5 മതി. കടിച്ചാൽ മുതലുള്ള ഇന്നല്ല ഓടുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 സൈഡിലും എന്താ പറയുക, ഒന്നിനോടൊന്ന് വെച്ചെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ബാർഗെയിനിങ് ആണ് കേട്ടോ. ബാർഗെയിനിങ് അല്ല, എന്താ പറയുക, എന്താ പറയുക എന്തോന്ന് പറയൂ, അത് തന്നെ വിലപേശലാണ് സംഭവം നടക്കുന്നത് കേട്ടോ. സംഭവം കളറായുണ്ട്, കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്, ഒരു വൈബനെ കേട്ടോ. അതൊക്കെ എനിക്ക് അനുഭവിക്കണം തന്നെ. ഇതുപോലെ യാത്ര ചെയ്തേ പറ്റുമേ. എന്താണ് മുൻഷീർത്ത് അങ്ങോട്ട് ഒരു വലിയ വലിഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവം മുൻഷിയ? അറിയാമോ തന്നെ കണ്ണടകൾ, അതുപോലെ വാച്ച് ഐറ്റംസ് ആൻഡ് പെൺകുട്ടികളെ കമ്മൽ കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ചീപ്പ് റേറ്റിന് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലേ എന്നുണ്ട് മനസ്സിലായില്ലേ? പിന്നെ അല്ല, അപ്പോൾ നമ്മുടെ സഞ്ചാരം, നമ്മുടെ തെരുവിലെ സഞ്ചാരം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് രസം കിട്ടും. ചുറ്റും എന്താ പറയുക, കൊറോണയുടെ ആ ഒരു എഫക്റ്റൊക്കെ ആഫ്റ്റർ എഫക്റ്റാണ് കാണുന്നത്. കൊറോണയുടെ മുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാനിവിടെ കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സമയത്തൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളി എന്താ പറയുക, ഷോപ്പും കാര്യങ്ങളും തിരക്കും ഒരു രസം, ഒരു വൈബായിരുന്നു. ഇപ്പം അതുകൊണ്ട് തിരിച്ച് കിട്ടുന്നില്ല. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയേറ്ററിൽ പൂട്ടിക്കെടുക്കുകയാണ്. ഇതില്ല, രാധ തിയേറ്ററാണ്, എല്ലാം പൂട്ടിക്കെടുക്കുക. എന്താ തുറക്കുമായിരിക്കും, തുറന്നതൊക്കെ പവറായിരിക്കും. നമ്മുടെ മിഠായി തെരുവിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ എന്താ പറയുക, പേരെനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. സോ ഇതൊക്കെ കിടന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ കഴിഞ്ഞു. പിന്നെ സീ യു അടുത്ത ദിവസം.